ഞാനിന്നൊരു പാട്ടിനെക്കുറിച്ച് പറയാം. പാടുന്നവർക്കും പാട്ട് കേട്ടവർക്കും ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു പാട്ട്. പാട്ടിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനുഷ്യർക്ക് ജീവൻ പകർന്നതും മരണത്തോളം മനുഷ്യരെ താഴ്ത്തിക്കളഞ്ഞതുമായ പാട്ടുകളുടെ ചരിത്രമുണ്ട്. താൻസൻ പണ്ട് പാട്ടുപാടി മഴ പെയ്ച്ചെന്നും കൊട്ടാരത്തിലെ വിളക്കുകളൊക്കെ കൊളുത്തിയെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സത്യമാകാൻ വളരെയധികം സാധ്യതകളുണ്ട്. ഇനി മനുഷ്യരെ വല്ലാത്ത നിരാശയിലേക്ക് നയിച്ച പാട്ടുകളും ധാരാളമുണ്ട്. ഹംഗേറിയൻ പാട്ട്, ഇംഗ്ലീഷിൽ ഗ്ലൂമി സൺഡേ എന്ന പേരിൽ ഉള്ള പാട്ട്, ആ പാട്ട് മരണപ്പാട്ടെന്നാണ് അറിയപ്പെടുക. മരണപ്പാട്ട് അത് രചിച്ച ആളെ തന്നെയും കേൾക്കുന്ന ആളുകളെയും മരണത്തിലേക്ക് വഴി നടത്തുകയാണ്. ആ പാട്ട് കേട്ടിട്ട് ഒരുപാട് ആളുകൾ ആത്മഹത്യയിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് UK-യിലും ബെൽജിയത്തിലും മറ്റും ഈ പാട്ട് വിലക്കുകയുണ്ടായി. അതും ചരിത്രമാണ്. അപ്പോൾ പാട്ടിന് നിങ്ങളെ നശിപ്പിക്കാനും സാധിക്കും, നിങ്ങളെ വളർത്താനും സാധിക്കും, നിങ്ങൾക്ക് ജീവനും പകരാൻ സാധിക്കും, മരണവും വിരുന്ന് ആയി നൽകാൻ സാധിക്കും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ജീവനായി മാറുന്ന ഒരു പാട്ടിനെ കുറിച്ചാണ്. കാലാകാലങ്ങളായിട്ട് ഈ പാട്ട് ഒരുപാട് മനുഷ്യരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ട് ജോൺ ന്യൂട്ടൺ രചിച്ച അമേസിംഗ് ഗ്രേസ് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അമേസിംഗ് ഗ്രേസ് എന്ന് തുടങ്ങുന്ന ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പാട്ട് രചിച്ച ജോൺ ന്യൂട്ടൺ, അദ്ദേഹം ഒരു അടിമ വ്യാപാരക്കാരനായിരുന്നു, അടിമ കച്ചവടക്കാരൻ. നല്ല ക്രൂരനും കർക്കശക്കാരനുമായ ആ മനുഷ്യൻ ഓടി നടന്ന് അടിമകളെ നേടി വിറ്റ് കാശ് ഒരുപാടുണ്ടാക്കി. പിന്നീടൊരിക്കൽ വലിയൊരു കപ്പൽ ഛേദത്തിൽ പെടുന്നു. കപ്പൽ ഛേദമെന്ന് പറയാൻ പറ്റില്ല, വലിയ കൊടുങ്കാറ്റും രൂക്ഷമായ കടലിരമ്പലും ഒക്കെ ചേർന്നൊരു അന്തരീക്ഷത്തിൽ പെട്ട് കപ്പൽ ഛേദത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അദ്ദേഹം അന്ന് ദൈവത്തെ വിളിച്ച് ഒരു പ്രോമിസ് നടത്തി, ഞാൻ ഇനി പഴയ വഴികളിലൂടെ സഞ്ചരിക്കുകയില്ല, നന്നാവുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ദൈവത്തിനു മുമ്പിൽ അയാൾ പ്രതിജ്ഞ ചെയ്തു. ഞാനിനി അടിമക്കച്ചവടത്തിന് കൂട്ടുനിൽക്കില്ല, മനുഷ്യാവകാശ സംരക്ഷകനായിട്ട് ജീവിക്കും, മനുഷ്യാവകാശ ലംഘനത്തെ എവിടെയൊക്കെ കണ്ടാലും അത് ചോദ്യം ചെയ്യും, അതിനെ എതിർക്കും. ഇതൊരു എംപ്റ്റി പ്രോമിസ് ആയിരുന്നില്ല. ദൈവത്തിന് അയാളുടെ ഹൃദയം കാണാൻ സാധിക്കുമായിരിക്കും. ഏതായാലും കപ്പൽ ഛേദത്തിൽ നിന്നും ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു. അദ്ദേഹം പിന്നീട് ആത്മീയ വഴിയിലേക്ക് തിരിഞ്ഞു. അടിമക്കച്ചവടക്കാരൻ ആത്മാവിൻ്റെ തിരഞ്ഞുപോകൽക്കാരനായി മാറി. അയാൾ പിന്നീട് ആംഗ്ലിക്കൻ വൈദികനായി തീർന്നു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയവരൊക്കെ പറയുക, അങ്ങേയറ്റം കരുണാർദ്രതയുള്ള, കനിവ് കിനിയുന്ന കണ്ണുകളുള്ള, സ്നേഹം നിറഞ്ഞ പെരുമാറ്റമുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കൗൺസിലറായിട്ടും ഇദ്ദേഹം മാറി. സദാ തുറന്നിട്ടിരിക്കുന്ന വാതിലുള്ള ഒരു കൃപയുടെ വീട് പോലെ ഒരു മനുഷ്യൻ മാറുകയാണ്. അദ്ദേഹം പിന്നീട് 300ഓളം ഭക്തിഗാനങ്ങൾ, പള്ളിപ്പാട്ടുകൾ രചിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട പാട്ടാണ് അമേസിംഗ് ഗ്രേസ് എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് കേൾക്കുന്നവർക്കും പാടുന്നവർക്കൊക്കെ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി ആ പാട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. കാരണം ആ പാട്ടിനെ ആസ്പദമാക്കി നീണ്ട ഗവേഷണങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഒരൊറ്റ പാട്ട് ധാരാളം മനുഷ്യരെ അനാരോഗ്യത്തിൽ നിന്നും ആരോഗ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതായി പഠന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. ഒന്ന്, ഈ പാട്ട് അങ്ങേയറ്റം സ്ട്രെസ്ഡ് ആയിട്ടുള്ളവർക്ക് റിലീഫ് നൽകുന്നുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വന്ന മനുഷ്യർക്ക് ഫലപ്രദമായ മരുന്നായിട്ട് ഈ പാട്ട് മാറി. BP വളരെ നോർമലാക്കി മാറ്റുന്നു.
ബ്ലഡ് ഫ്ലോ വളരെ നോർമലാക്കി മാറ്റുന്നു, ആങ്സൈറ്റി കുറക്കുന്നു, ഡിപ്രഷൻ കുറക്കുന്നു, വിഷാദരോഗം, ഉത്കണ്ഠ രോഗം ഇവയെല്ലാം അല്പം മാറ്റുന്നു. ശരീരത്തിനും മനസ്സിനും കുളിർമ പകരുന്ന എന്തോ ഒരു ദിവ്യ ഘടകം ഈ പാട്ടിലുണ്ട് എന്ന കണ്ടെത്തൽ. ഇനി കാർഡിയോ വസ്കുലർ രംഗത്തേക്ക് വരിക. ഈ പാട്ട് ഹാർട്ട് റേറ്റ് ബാലൻസ്ഡ് ആക്കി നിലനിർത്തുന്നു. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ വളരെ കുറക്കുന്നു ഈ പാട്ട് കേട്ടവരിൽ. ഇനി റെസ്പിറേറ്ററി സിസ്റ്റത്തെ സമീപിക്കാം. അത് വളരെ ബ്രീതിങ് ഈസി ആക്കുന്ന വിധത്തിലുള്ള റിതമാണ് ഈ പാട്ടിന്. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി സംബന്ധമായ, പുൾമനറി സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു മരുന്നാക്കി ഈ പാട്ടിനെ മാറ്റാവുന്നേ ഉള്ളൂ. ആ പാട്ടിൻ്റെ വളരെ മന്ദഗതിയിലുള്ള താളത്തിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്കുണ്ടായിരുന്ന ശ്വാസകോശ സംബന്ധമായ പല പ്രശ്നങ്ങളും മാറുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൾമനറി ഡിസീസുള്ള, റെസ്പിറേറ്ററി ഡിസീസസ് ഉള്ള ആളുകൾക്ക് ഉത്തമ മരുന്നാക്കി ഈ പാട്ട് കേൾക്കൽ ഡോക്ടർമാർ ശുപാർശ ചെയ്യാൻ തുടങ്ങി. ഇനി ന്യൂറോ ബയോളജിക്കൽ ലോകത്തേക്ക് വരിക. പാർക്കിൻസൺസ്, അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ ഉള്ള വ്യക്തികൾക്ക് അതിൽ നിന്ന് അല്പമെങ്കിലും വിമുക്തി നേടുവാൻ സ്ഥിരമായിട്ട് ഈ പാട്ട് കേൾക്കുക എന്ന് ഡോക്ടർമാർ പറയാൻ തുടങ്ങി. അമേസിങ് ഗ്രേസ് എന്നാണ് പാട്ടിൻ്റെ തുടക്കം. എന്നെ വിസ്മയിപ്പിക്കുന്ന കൃപയെ, നിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഞാൻ വെറും വ്രച്ചഡാണ്. അതായത് വ്രച്ച് എന്ന് പറയുമ്പോൾ അടിമക്കച്ചവടത്തിൻ്റെ ഭാഷയാണ്. ഈ ഒന്നുമല്ലാത്ത വെറും കീടം. ആ കീടമായ എന്നെ നീ ഏതെല്ലാം ഔന്നത്യങ്ങളിലേക്ക് ഉയർത്തി എന്നാണ് ഈ പാട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒരു ഡിസംബർ മാസത്തിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. 1807 ഡിസംബർ 21. വളരെ ആരോഗ്യത്തോടുകൂടി ഓടി നടന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്ത് അവസാനം രോഗക്കിടക്കയിലായ അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ കുറിക്കുന്നുണ്ട്. അങ്ങേയറ്റം ഊർജ്ജസ്വലതയോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഐ ആം ഗ്ലാഡ് ആൻഡ് ഐ വിൽ സിംഗ്. അദ്ദേഹത്തിൻ്റെ അന്ത്യമൊഴികളായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നത് ഈ വരികളാണ്. ഞാൻ വളരെ സന്തുഷ്ടനാണ്, ആനന്ദമുള്ളയാളാണ്, അതുകൊണ്ട് ഞാൻ പാടും. അമേസിങ് ഗ്രേസ് എന്ന പാട്ട് ലോകത്തിൻ്റെ മുഴുവൻ ഹൃദയത്തിലെത്തിച്ച ഈ മനുഷ്യൻ ആ പാട്ടല്ലാതെ വേറെ ഏത് പാട്ടാണ് അന്ത്യ സമയത്ത് പാടുക? വളരെ ഷാലോ ആയ സ്വരത്തിൽ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഈ പാട്ട് പാടിയത്രേ. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. അദ്ദേഹത്തിൻ്റെ മരണം തൊട്ടടുത്തെത്തിയപ്പോൾ ആ വരികളിലെ പ്രത്യാശയും പ്രചോദനവും നിറഞ്ഞ വരികളാണ് അദ്ദേഹം ആലപിച്ചത്. The Lord has promised good to me. His word my hope secures. He will my shield and portion be, as long as life endures. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now am found. Was blind, but now I see. അമേസിങ് ഗ്രേസിനാൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക്
ദൈവത്തിൻ്റെ കൃപയിലേക്ക് വീണ്ടും യാത്ര നടത്താം. നല്ല പിറവി നേരുന്നു, നല്ല യാത്ര നേരുന്നു. ദൈവം കൂടെ ഉണ്ടാവട്ടെ.